ആ ഒരു ക്രോം എലമെൻസിൻ്റെ രണ്ട് ലൈനപ്പ് ഫ്രണ്ട് വ്യൂ നിന്ന് കാണാൻ ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഡിസൈന് നേരെ ഫോഗ് ലാമ്പിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഫ്രണ്ട് ഏറ്റവും നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് മഹീന്ദ്ര XUV. കോമ്പാക്ട് SUV ടൈപ്പിലെ രണ്ട് വാഹനങ്ങൾ, രണ്ട് കിഡിലൻ വാഹനങ്ങളാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ട്. 2022 മോഡൽ നിൽക്കുന്ന പെട്രോൾ ഓട്ടോമാറ്റിക് XUV W8, അത് 300 വരുന്ന XUV W8 ഓപ്ഷണൽ എന്ന വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന നിൽക്കുന്ന വാഹനം. സൺറൂഫ് അടക്കം വരുന്ന ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 9000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റെഡ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നൊരു അടിപൊളി വാഹനം. അതോടൊപ്പം തന്നെ 2021 മോഡൽ നിൽക്കുന്ന ഹ്യൂണ്ടൈൻ്റെ വെന്യൂ എന്ന വെന്യൂൽ പെട്രോൾ എഞ്ചിൽ 1.2 ലിറ്ററിൽ വരുന്ന ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ക്രോം എലമെൻറ്റ്സ് കൊണ്ട് മറ്റൊരു രീതിയിൽ കൊട്ടാരം പണിതിട്ടുള്ള മറ്റൊരു ഡിസൈൻ വരുന്ന ഹ്യൂണ്ടൈൻ്റെ അടിപൊളി വാഹനം. രണ്ട് വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. XUV 300 ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ ഹ്യൂണ്ടൈ വെന്യൂ വരുന്നത് മാനുവൽ ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 15000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 1.2 ആയതുകൊണ്ട് അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന എന്ന വെന്യൂൽ നിൽക്കുന്ന ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു കിഡിലൻ വാഹനം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് XUV തന്നെ തുടങ്ങാം. XUV 300 അതും 2022 മോഡൽ നിൽക്കുന്ന വെറും 9500 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. W8 എന്ന വേരിയൻ്റാണ്, അതും W8 ഓപ്ഷൻ എന്ന വേരിയൻ്റാണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നു. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നു, ഫോഗ് ലാമ്പ് വരുന്നു, അലോയ് വീൽസ് വരുന്നു, മിറർ ഇൻഡിക്കേറ്റർ വരുന്നു, മിറർ ഫോൾഡിംഗ് വരുന്നു, ഓട്ടോ ക്ലൈമറ്റ് AC സ്റ്റിയറിംഗ് കൺട്രോൾ, എസ്പെഷ്യലി സൺറൂഫ് വരുന്നു. ഇന്റീരിയറൊക്കെ പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ലെവലിലാണ് നിൽക്കുന്നത്. കാരണം ആ ഒരു കോക്കിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു കളർ തീമും അതേപോലെ തന്നെ ഡോർ പാഡിൻ്റെ ഒരു കളർ തീമൊക്കെ നമുക്ക് വേറെ ലെവലിന് ഇന്റീരിയറിൽ തന്നെ ആ ഒരു ക്ലാസ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയതുകൊണ്ട് തന്നെ AMT ഗിയർ ബോക്സ് അതിനകത്ത് വരുന്നത്. മഹീന്ദ്രയുടെ വാഹനത്തിൻ്റെ AMT ഗിയർ ബോക്സിൻ്റെ ഗിയറിൻ്റെ പാറ്റേൺ തന്നെ മൊത്തത്തിലൊരു ചേഞ്ച്. നമ്മൾ TUVക്കൊക്കെ വന്ന അതേ സെയിം പാറ്റേൺ ആണ് ഈ ഒരു XUV എന്നുള്ള വാഹനത്തിനകത്തും കമ്പനി കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സൺറൂഫ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. എയർ ബാഗിൻ്റെ എണ്ണം 1, 2, 3, 4 ഏകദേശം 6 എയർ ബാഗും കണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ടോട്ടൽ എയർ ബാഗ് വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ ഓട്ടോ ക്ലൈമറ്റ് AC പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. അതുപോലെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഒരു വാഹനത്തിനകത്ത് പ്രീമിയം ലെവലിൽ വേണ്ട ഫീച്ചേഴ്സ് അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് W8 ഓപ്ഷനൽ എന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന XUV 300 എന്ന വാഹനം നമുക്ക് നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. AMT പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്കൊരു 12 to 14 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനം. വളരെ ലോ കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. വെറും 9500 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം ആയതുകൊണ്ട് തന്നെ ഷോറൂമിൽ പുത്തൻ വാഹനം എങ്ങനെയാണോ എടുത്തുകൊണ്ടുവന്ന് ആ ലാഘവത്തിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ അടിപൊളി വാഹനം. ബാക്ക് പ്രൊഫൈലിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിൽവറിൻ്റെ ഗാർഡും ഇതൊക്കെ ബാക്കിൽ ആ ഒരു ബമ്പറിനകത്ത് വന്നിട്ടുണ്ട്. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡിഫോഗർ വരുന്നുണ്ട്, സ്പോയിലർ വരുന്നുണ്ട്. ആ ടൈൽ ലാമ്പിൻ്റെ ഒക്കെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആ ഒരു റെഡ് കളറിലേക്ക് ഒരു മാച്ച് ആവുന്ന രീതിയിൽ അതേ പാറ്റേണോട് കൂടി തന്നെ ആ ഒരു ടൈൽ ലാമ്പിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. W8 ഓട്ടോ ഷിഫ്റ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ വന്നിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു കെട്ടിങ്ങും കർവും കാര്യങ്ങളെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം തന്നെ പറയാം. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഫ്രണ്ടിലെ വ്യൂ നമുക്ക് ആ ഒരു ബോണറ്റിൻ്റെ ഈ ഒരു അറ്റം വരെ കണ്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാത്രമല്ല ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ട് തന്നെ ഏത് ഘട്ടവും കുഴിയും ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സസ്പെൻഷനും കൂടി വന്നിട്ടുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാകാം. 9,85,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു 8 lakh to 8.5 വരെ നമുക്ക് ലോൺ സൗകര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതും 7 വർഷത്തെ മാസ കാലയളവോട് കൂടി. ഇനി നേരെ ഹ്യൂണ്ടൈൻ്റെ വെന്യൂക്ക് വരികയാണെങ്കിൽ 2021 മോഡൽ എന്ന വെന്യൂൽ വെറും 15000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മാനുവൽ ഗിയർ ബോക്സിൽ 1.2 ലിറ്ററിൽ നിന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ ഒരു ഫ്രണ്ടിൽ ആ ഒരു ക്രോം എലമെൻറ്റ്സ് തന്നെയാണ് നമുക്ക് കാണാൻ. ഇതും അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഫേസ് തന്നെ പറയാം. 22 രജിസ്ട്രേഷൻ വാഹനം, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. സൺറൂഫ് ഇതിനകത്ത് വരുന്നില്ല. പ്രൊജക്ട് ഹെഡ് ലാമ്പും ഇതിനകത്ത് വരുന്നില്ല. നോർമൽ ഹെഡ് ലാമ്പാണ്, അലജൻ ബൾബുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാറിയതിന് ശേഷം ഒരു ആൻഡ്രോയിഡിൻ്റെ ഡിസ്പ്ലേ അതിനകത്ത് അഡീഷണൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്. മറ്റു വാഹനത്തിനകത്ത് നിന്ന് കയറിയിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് കയറുമ്പോൾ എനിക്ക് ചെറിയൊരു പിച്ചം തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു ക്ലാസ് ഫീൽ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുറഞ്ഞു. കാരണം ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം കുറവാണ്, കുറഞ്ഞ വേരിയൻ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഫീൽ നമുക്ക് വ്യത്യാസം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. സീറ്റ് അവർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് SUV ടൈപ്പിൽ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള മാനുവൽ ഗിയർ ബോക്സിലായിരുന്ന ഒരു വാഹനം. ഈ ഒരു വാഹനം നമുക്ക് കറക്റ്റായിട്ട് ഒരു ഫ്രണ്ടിലെ വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് ഈസി ആയിട്ട് ആ ഒരു ഡ്രൈവിംഗ് അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിഫോഗർ അതിനകത്ത് വന്നിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കമ്പനിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ആ ഒരു ടൈൽ ലാമ്പിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടൈൽ ലാമ്പിൻ്റെ ഡിസൈൻ. താഴെ ഭാഗത്ത് മറ്റൊരു റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ 15000 കിലോമീറ്ററുടെ ടയർ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 20,000 കിലോമീറ്റർ റൺ ചെയ്യാനുള്ള ടയേഴ്സും ഇതിനകത്ത് ബാലൻസ് കിടക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 7,50,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 6,50,000 വരെ നമുക്ക് ലോൺ സൗകര്യത്തിന് അവൈലബിൾ ആയിട്ട് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 കോമ്പാക്ട് SUV ടൈപ്പ് വാഹനങ്ങൾ നമ്മുടെ
സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു ഓട്ടോമാറ്റിക് വാഹനം, ഒരു മാനുവൽ ഗിയർ ബോക്സ് ഇരുന്ന വാഹനം. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഒരുപാട് പുതിയ വാഹനങ്ങളും ലോ കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾ നമ്മുടെ പുതുതായിട്ട് സ്റ്റോക്ക് ഒരുപാട് കയറുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ റെഗുലറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.